58 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിലെ എല്ലാ സീറ്റുകളിലേക്കും പശ്ചിമ ബംഗാളിലെ 8 സീറ്റുകൾ, യു.പിയിലെ 14, ജാർഖണ്ഡിൽ 4, ബീഹാറിൽ 8, ജമ്മു കാശ്മീരിലെ 1, ഒഡീഷയിലെ 6 എന്നിങ്ങനെ ഇന്ന് നടന്ന വിധിയെഴുത്ത് ഇങ്ങനെയാണ്. 6ാം ഘട്ടത്തിൽ ഇതുവരെ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഭേദപ്പെട്ട പോളിംഗാണ് ഉണ്ടാവുന്നത്. പക്ഷേ ജമ്മു കാശ്മീരിന്റെ സ്ഥിതി അല്പം ദയനീയമാണ്. അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത് ദയനീയമായിട്ടാണ്. പോളിംഗ് ശതമാനം കുറയുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് പ്രമുഖരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. നമുക്ക് ആദ്യം തന്നെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള പ്രമുഖരുടെ പ്രതികരണം കേൾക്കാം. अपने सारे गिले शिकवे एक साइड करके हम अपने संविधान के लिए, अपने लोकतंत्र के लिए हम अपना वोट दे रहे हैं और मुझे इस बात पर गर्व है, This is the festival of democracy, celebration of the rights of the sovereignty of the people of India. So it's a great feeling to be a part of it. Thank you very much. सर, मैं मानता हूं कि ये देश जितनी जल्दी हम आशा कर रहे हैं उससे पहले ही विश्व की बड़ी ताकत बन के उभरेगा। और ये चुनाव जो है ये तो लोकतंत्र का त्योहार है। जो सार्वभौमिक सत्ता है हमें याद दिलाता है कि सार्वभौमिक सत्ता का स्रोत इस देश का साधारण नागरिक है और इसमें गर्व की अनुभूति होती है कि हम इस लोकतंत्र का हिस्सा हैं। हम इस जो आम बिल्कुल साधारण व्यक्ति की जो अधिकार है हम उसका त्योहार मना रहे हैं। യെസ്, ഇന്ന് നിരവധി മണ്ഡലങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. EVM മെഷീനെതിരെ പ്രതിപക്ഷ പാർട്ടിയിലെ പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന പരാതിയുമൊക്കെ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനം ജമ്മു കാശ്മീരിൽ PDP ഉയർത്തിയ പരാതിയാണ്. അവിടെ തങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ച് മെഹ്ബൂബ മുഫ്തിയാണ് ഇന്ന് രംഗത്ത് വന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. ഒപ്പം ഇന്ന് ഈ പോളിംഗിന് ശേഷവും ശക്തമായ നീക്കമാണ്. പോളിംഗ് അട്ടിമറിക്കാൻ നീക്കം നടന്നു എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. इस बार बहुत ही ये जो इलेक्शन है इस प्रोसेस को डिस्क्रेडिट किया गया और अनफॉर्चुनेटली गवर्नर साहब से लेके नीचे तक SHOs को इन्वॉल्व किया गया। अब SHOs का तो कोई कसूर नहीं है। नेचुरली जब डायरेक्शन ऊपर से हो, LG के लेवल से हो, पुलिस DG के लेवल से हो, तो बाकी लोग तो बाद में खुद ब खुद ही करते हैं। इसमें आई वुड लाइक टू नेम वन ऑफ द ऑफिसर जो DIG हैं अल्ताफ खान साहब, उनका इसमें बहुत ही बुरा गंदा रोल रहा। और कल रात को जिस तरह से गाड़ियों में पुलिस गई, घर घर गई, गांव गांव गई और हमारे नौजवानों को पिकअप किया, हरासा किया, उनको बंद किया, तो वो इलेक्शन के प्रोसेस को उन्होंने बिल्कुल ही डिस्क्रेडिट कर दिया। 40 से 45% से ज़्यादा लोग जो हैं एवरेज वोटिंग परसेंटेज हुई है अनंतनाग और कुलगाम डिस्ट्रिक्ट की और वच्ची को लेके। तो उसके लिए मैं शुक्रगुजार हूँ लोगों की, मगर मैं ये रिकॉर्ड पे लाना चाहती हूँ कि इससे ज़्यादा मुल्क के मफाद को LG साहब जो उस पार्टी को बिलोंग करते हैं BJP को, जिसके बड़े लीडर ने अटल बिहारी वाजपेयी ने यहाँ के लोगों को यकीन दिलाया रेड फोर्ट से कि इलेक्शन यहाँ साफ सुथरे होंगे, मगर आज इन्होंने उसको भी दागदार कर दिया। യെസ്, ഇതാണ് സാഹചര്യം. എന്തായാലും ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ പ്രതിഷേധങ്ങളും പരാതികളും ഉയരുന്നുണ്ട്. മനു, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭേദപ്പെട്ട പോളിംഗ് എന്നതാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2019 സമാനമായ രീതിയിലേക്ക് പോളിംഗ് ഉയരുമോ എന്ന സംശയവുമുണ്ട്. അല്ല, ഈ പലയിടത്തും ഈ ചൂട് കാറ്റടിക്കുന്നതുകൊണ്ട് പോളിംഗ് കുറയും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു.
രണ്ടാമത്തേത് വലിയൊരു ആവേശം ജനങ്ങളിൽ ഇടയിൽ കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു അല്പം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം, സാധാരണ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ 15-16% ഒക്കെയാണ് വോട്ട് പോളിങ്ങിലെത്തുന്നത്, ഏറി വന്നാൽ ഒരു 30%. ഇത്തവണ അവിടെ നല്ലൊരു പോളിംഗ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കാം, പക്ഷേ അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ജനാധിപത്യത്തിലേക്ക് വരുന്ന 52.28% ആളുകൾ ജമ്മു കാശ്മീരിൽ പോളിങ്ങിന് എത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന ഈ രജൌരി അനന്ത്നാഗ് മണ്ഡലത്തിൽ. അപ്പോൾ അത് അവരുടെ ഇപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ആളുകൾ കൂടുതൽ ഇന്ത്യയുടെ പൊതുധാര ഇതിലേക്ക് വരുന്നു എന്നുള്ളത്, ഒരു നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു, ദേശീയ പൊതുധാരയിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് എക്കാലത്തും ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ ആ നിലപാടിനെ അംഗീകരിക്കുന്നതായിരിക്കണം. ഏതായാലും 59.09% ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഏകദേശ കണക്ക്. അതെ മനു, എനിക്ക് അല്പം 7:45 പുറത്തു വന്ന കണക്കുകൂടി വ്യക്തമാവുന്നുണ്ട്. അത് സംസ്ഥാനാടിസ്ഥാനത്തുള്ള കണക്ക് ഇങ്ങനെയാണ്. ബീഹാറിൽ 53.30% അല്ല 4.2 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ 53.42 അതിനുശേഷം ഉയർന്നിട്ടുണ്ട്. ഹരിയാനയിൽ അത് 58.37 ഉയർന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 52.28 ആയിട്ടുണ്ട്. ജാർഖണ്ഡിൽ അത് 62.87 എന്ന് വരുന്നു. ഡൽഹിയിൽ 54.52, ഒറീസയിൽ 60% പോളിംഗ് എത്തിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൊണ്ട് അവിടെ കൂടുതൽ ആളുകൾ വോട്ടിങ്ങിലേക്ക് വന്നു. 60.07% പേർ അവിടെ വോട്ട് ചെയ്തിരിക്കുന്നു. ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടോ പോളിംഗ് അത്ര ഒരു വലിയ വാശി കാണുന്നില്ല. 54.03% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സൈറ്റ് സൂചിപ്പിച്ച പോലെ ബംഗാളിൽ വലിയ മുന്നേറ്റമുണ്ട്, 78.19. അപ്പോൾ അവിടെ വലിയ ആവേശമുണ്ട്. ആ ആവേശം പല ഘട്ടങ്ങളിലും അക്രമങ്ങളിലേക്കും നീങ്ങുന്നതിൻ്റെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ പോളിംഗ് ഇനി 57 മണ്ഡലങ്ങൾ കൂടിയേ ഇനി നമുക്ക് വരാനുള്ളൂ. ഇനി ഒരു 904 സ്ഥാനാർത്ഥികൾക്കുടെ വിധി കൂടിയേ നിർണ്ണയിക്കാനുള്ളൂ. 57 മണ്ഡലങ്ങളിൽ 904 സ്ഥാനാർത്ഥികൾ ഇനി മത്സരിക്കുന്നുണ്ട്. 7 സംസ്ഥാനങ്ങളിൽക്കൊക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു 2100ഓളം നോമിനേഷനുകൾ വന്നു കേട്ടോ. പക്ഷേ അതിൽ ഒരു 954 നോമിനേഷനുകൾ മാത്രമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന 7ാം ഘട്ടത്തിൽ. അത് ഇനിയിപ്പോൾ പഞ്ചാബിലും പിന്നെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. ഇനി വരാനിരിക്കുന്ന കുറച്ച് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഈ 7ാം ഘട്ടത്തിൽ നമുക്ക് ഉള്ളൂ. മനു, ഈ നമ്മൾ കഴിഞ്ഞുപോയ 5 ഘട്ടങ്ങളെ അപേക്ഷിച്ച് 6ാം ഘട്ടം തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയായി നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരിക്കുക, ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്നും ജാമ്യത്തിന് ശേഷമുള്ള മടക്കം, അദ്ദേഹം പ്രചരണത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ, അതൊക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യത. ആ തരത്തിൽ കൂടി ഒരു ഉരകലായി ഈ 6ാം ഘട്ടം മാറുകയില്ലേ? 6ാം ഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ, ഡൽഹി സ്വാഭാവികമായി അതിൻ്റെ ഒരു ഫലം എന്തായിരിക്കും എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 2 ടേമുകളിൽ അവിടെ വൻ വിജയമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. പല മണ്ഡലങ്ങൾ 1,00,000-ന് മുകളിൽ വോട്ടുകൾ, 50% മുകളിൽ തന്നെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നു ആ BJPക്ക്. അപ്പോൾ ഈ മൊത്തം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പരിശോധിച്ചാൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 58 മണ്ഡലങ്ങളിൽ 40 BJP മാത്രം ജയിച്ചതാണ്, ബാക്കി 5 ഇന്ത്യ മുന്നണി ജയിച്ചതാണ്. എന്നാൽ ഇന്ത്യ സഖ്യം ജയിച്ചത് 5 മാത്രമാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം ജയിച്ച ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് കിട്ടിയതാകട്ടെ ഏറെ 0 സീറ്റുകളാണ്. അതിൽ കിട്ടിയിട്ടുള്ളത് NCPക്കും TMCക്കും SPക്കും ഒക്കെയാണ് അവിടെ പിന്നെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുക വ്യത്യാസം ഇതിൽ, അതെന്ന് വെച്ചാൽ ഇത് ഇന്ത്യ മുന്നണിക്ക് നിർണായകമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ പുറകോട്ട് പോയാൽ അവിടെ പുറകോട്ട് പോയി എന്ന ഒരു ചിന്ത, ദേശീയ തലത്തിലുള്ള ചിത്രത്തെ സ്വാധീനിക്കാൻ കഴിയും ഈ 6ാം ഘട്ടത്തിൽ അത്ര കണ്ട് എന്ന്. അത് വളരെ പ്രധാനം. മനു, ഈ നമുക്ക് ഡൽഹി ഒരു പരീക്ഷണശാല എന്നൊക്കെ, ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കാം എന്ന് അങ്ങനെ തന്നെ കരുതാം. അങ്ങനെ കരുതുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വർക്കൗട്ടായോ എന്ന പരീക്ഷണം വരുമ്പോൾ ഇപ്പോൾ ദേശീയ തലത്തിൽ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഒരുപക്ഷെ ഐക്യമുണ്ടാവണമെന്നില്ല. ഈ ഡൽഹിയിലെ പ്രാദേശിക തലത്തിൽ ആം ആദ്മി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും എത്ര കണ്ട് പ്രാദേശിക തലത്തിലേക്ക് ഒന്നിച്ചു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ, ഡൽഹി തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അല്ല, ഡൽഹിയിൽ ഒരു കാര്യം അവർക്ക് ആശ്വാസം പകരുന്നത് ഇവിടെ ഒരു അലയൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പഞ്ചാബിൽ അത് സാധ്യമായില്ല. അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന
ഒരു സാഹചര്യമാണ്. 7ാം ഘട്ടത്തിൽ അവർ നമുക്ക് അത് വരുമ്പോൾ കാണാം, അവിടെ 13 സീറ്റിലും തമ്മിൽ മത്സരം നടക്കുന്നു. പശ്ചിമ ബംഗാളിൽ പൂർണ്ണമായ ഒരു അലയൻസ് വർക്കൗട്ട് ആയിട്ടില്ല. അവിടെ ഇന്ത്യ സഖ്യം തന്നെ തൃണമൂൽ അവരെ പുറത്തുനിന്ന് പിന്താങ്ങും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ നേരിടേണ്ട ഒരു സാഹചര്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. ബീഹാറിൽ അവരുടെ അലയൻസിൽ ഒരു വലിയ ആളായിരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ JDU അവിടെ നിന്ന് പോയി NDAയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹിയിൽ ഇവിടെ വലിയൊരു ഐക്യം സാധ്യമായിട്ടുണ്ട്. അവർക്കൊരു അലയൻസ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ 4-3 എന്നുള്ള ഒരു മത്സരം അവർ പരസ്പരം അംഗീകരിച്ചു. അങ്ങനെ മത്സരിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് അരവിന്ദ് കെജ്രിവാളിന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി എന്ന് പറയാം. കാരണം ഡൽഹി പോലെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനാണ് വലിയ പ്രാധാന്യമുള്ളത്. കോൺഗ്രസ് വളരെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി. പക്ഷേ ഈ ഡൽഹിയിൽ ജയിച്ച അരവിന്ദ് കെജ്രിവാൾ പിന്നെ ആ വിജയം പഞ്ചാബിലേക്ക് ആവർത്തിച്ചു. ഗോവയിലേക്ക് അവർ കടന്നു കയറാൻ കഴിഞ്ഞു. ഗുജറാത്ത് അസംബ്ലിയിൽ അവർക്ക് സ്ഥാനാർത്ഥികളായി. മറ്റു പല സംസ്ഥാനങ്ങളിലും അവരുടെ പാർട്ടി കരുത്താർജിച്ചു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ശോഭിക്കാൻ, പഞ്ചാബിൽ ഒരു സീറ്റ് കഴിഞ്ഞ തവണ ജയിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ആരോപണം അവർക്ക് മുകളിലുണ്ട്. അപ്പോൾ അവർ പാർലമെൻറ്റിലേക്ക് അങ്ങനെ ജയിക്കാത്തവരാണ് എന്ന ഒരു പ്രതീതി ഈ വോട്ടെടുപ്പിൽ 2 ഘട്ടങ്ങളിൽ പ്രകടമായിട്ടുണ്ട്. അത് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഉദയം കൂടിയായിരിക്കും അരവിന്ദ് കെജ്രിവാൾ. അവിടെ ഡൽഹിയിൽ വലിയൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്ന് അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെടുന്നു. അങ്ങനെ വന്നാൽ അത് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചാബിലേക്ക്, ഹരിയാനയിലേക്ക്, ഗുജറാത്തിലേക്ക്, അതുപോലെ തന്നെ ഗോവയിലേക്ക്, അതിന് പരിസരത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രഭാവം നീളും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. BJP അവരുടെ പഴയകാല നേതാവ് സുഷമ സ്വരാജിൻ്റെ മകളെയൊക്കെ ഇറക്കിയ വൈകാരികതയൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമെല്ലാം അവരുടെ സ്ഥാനാർത്ഥികളുണ്ട്. മനോജ് തിവാരി BJP കാൻഡിഡേറ്റ് അവിടെയുണ്ട്. നമ്മുടെ പഴയ JNU പ്രസിഡന്റ് അവിടെ കനയ്യകുമാർ അവിടെ മത്സരിക്കുന്നുണ്ട്. കനയ്യകുമാർ ബീഹാറിൽ വളരെ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആളാണെങ്കിലും ഒരുപക്ഷെ ഡൽഹിയിൽ അദ്ദേഹത്തിന് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ മാർച്ച് 21-ന് അവിടെ അറസ്റ്റ് ചെയ്തു. അതൊരു ഫീൽ ഉണ്ടാക്കി ജനങ്ങൾക്ക്. ഈ ബെയില് മെയ് 10-ന് കിട്ടിയപ്പോൾ എന്താണ് ജനങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കിയത്? അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലമായി വരുമെന്നാണ് ഞാൻ കാണുന്നത്. മനു, ഒരു കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. അത്ര കണ്ട ആത്മവിശ്വാസം പുറത്തു വന്ന കെജ്രിവാളിനെ നേരിടുമ്പോൾ BJPക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ആ അറസ്റ്റ് ഒരു അല്പം നീക്കിവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് കിട്ടിയ ഒരു പ്രാധാന്യം ഒരുപക്ഷെ കിട്ടില്ല. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനപ്പുറം ഇന്ത്യ മുന്നണിക്ക് തന്നെ ഈ തരത്തിലുള്ള ഒരു പ്രഭാവം ഉണ്ടായേക്കില്ല. അതെ, ഒരു കോൺഫിഡൻസ് ലാസ്റ്റ് മിനിറ്റ് ബൂസ്റ്റ് ഒക്കെ കിട്ടാനൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീട് BJPയുടെ ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനം, അങ്ങനെ BJPയുടെ ആണ്. അത് അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രരാണെന്നാണ് പറയുന്നത്. ഏതായാലും അത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതിനെ ഇപ്പൊ ശ്രമിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ഈ അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുമ്പോൾ ചില സമയത്ത് അത് രാഷ്ട്രീയമായി പല വരും. അതുകൊണ്ട് അത് ഫലം വരുമ്പോൾ നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. മാത്രമല്ല, ഇന്ന് നടന്നിട്ടുള്ള ഈ 58 മണ്ഡലങ്ങളിൽ BJP 2019 മാത്രമല്ല 2014 അവർക്ക് നല്ല സ്വാധീനം ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളാണ്. 39 മണ്ഡലങ്ങളിൽ അന്ന് NDAക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ളവരെല്ലാം കൂടി അന്ന് 11 സീറ്റിലേക്ക് ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ BJPക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഹരിയാനയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പല മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. മനു, ഈ ഹരിയാനയുടെ ചിത്രം പറയുമ്പോൾ ഹരിയാനയിൽ സങ്കീർണമാക്കുന്ന സാഹചര്യങ്ങൾ BJPക്ക് മുന്നിലുള്ള വെല്ലുവിളി, കർഷക സമരം, ജാട്ട് പ്രതിഷേധം, അങ്ങനെയുള്ള ഘടകങ്ങൾ കൂടിയുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടാവും. BJPക്ക് എത്രയുണ്ട് വെല്ലുവിളി? അല്ല, അവിടെ പാർട്ടിക്ക് അകത്ത് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ ആളെ മാറ്റിയും മുഖ്യമന്ത്രിയെ മാറ്റിയും ഒക്കെ ഉള്ള പരീക്ഷണങ്ങൾ കൊണ്ട് BJP അനുകൂലിക്കുന്നു. ഏതായാലും ഇത്തവണ നമ്മുടെ പാർലമെൻറ്റ് രംഗത്ത് മനോഹർലാൽ ഖട്ടാർ അവിടെ ശക്തനായിട്ട് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കർണാൽ BJPക്ക് ഒരു ഉറച്ച ഒരു കോട്ട എന്നൊക്കെ ഉള്ള തരത്തിലാണ് അവരുടെ ഒരു പ്രതീക്ഷ. എന്നാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും ഈ കോട്ടകളെല്ലാം എല്ലായ്പ്പോഴും കൂടെ നിന്നുകൊള്ളണം എന്നില്ല. രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, അങ്ങനെ പല പ്രമുഖരും തോറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്ന് അറിയില്ല. ഏതായാലും ഇവിടെ പിന്നെ കർണാലിലും കുരുക്ഷേത്രയിലും ഗുർഗാവിലുമൊക്കെ ഉള്ള മത്സരങ്ങൾ, ഇപ്പോൾ റാവു ഇന്ദ്രജിത് സിംഗ് ആണ് അവിടുത്തെ ഗുർഗാവിൽ BJP സ്ഥാനാർത്ഥി. റോത്തക്കിലും BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. ദീപേന്ദ്ര സിംഗ് ഹൂഡ അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട്.
അപ്പോൾ സ്വാഭാവികമായും അവിടെ ബി ജെ പിക്ക് ആ ആധിപത്യം ഉണ്ടോ, അവിടുത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടോ, ജനങ്ങൾ എന്ത് കരുതുന്നു, ഇനി ഇവരുടെ ഒരു അവകാശവാദമുണ്ടോ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത്. പിന്നെ മോദിയാണ് പിന്നെ ഹരിയാനയിലെ ഒരു താരപ്രചാരകൻ. അത് എന്നാണ് വേറെ ആരെക്കാളും മോദി ഫാക്ടറാണ് അവിടെ ഏറ്റവും ഫ്രണ്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം മോദി ഫാക്ടർ അവിടെ എത്രമാത്രം വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ ഹരിയാനയിൽ കർഷക സമരത്തിന്റെ എഫക്റ്റ് ഉണ്ടാവുന്ന 2 സ്റ്റേറ്റുകൾ, ഒന്ന് പഞ്ചാബ്, ഹരിയാനയാണ് ഏറ്റവും അധികം ഉണ്ടാവുക. അപ്പം പഞ്ചാബിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹരിയാനയിലെ ഈ തെരഞ്ഞെടുപ്പിൽ കർഷക സമരം, നമുക്കറിയാം ഒരു കർഷക സമരം അത് പൂർത്തിയായിട്ട് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കർഷക സമരത്തിന്റെ അലയൊലികളുടെ ഒരു സാധ്യത അത് എത്ര കണ്ട് വിലയിരുത്താൻ പറ്റും? അത് ഹരിയാനയിൽ അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ അത് അങ്ങനെ പൂർണ്ണമായി അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ട്. കാരണം ഈ OBC വിഭാഗവും ലാൻഡഡ് അവിടുത്തെ എലിറ്റ്സും ഒക്കെ ഭൂമിയുള്ള ആളുകളുമൊക്കെ കൂടുതലും BJP പിന്തുണയുള്ളവരാണ് എന്ന ഒരു വിശ്വാസം അവർക്ക് അവിടെ ഉണ്ട്. പിന്നെ അവർ ഇപ്പോൾ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഒരു കുറേ പ്രാതിനിധ്യം കൊടുക്കാം എന്നൊക്കെയുള്ള ചില ഇത് വരുന്നുണ്ട്. പിന്നെ ടിക്കായത്തിനെ പോലുള്ള ആളുകളുടെ നിലപാടെന്താണ് എന്നുള്ളത് ഒരു വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ഒരു മാറ്റം. പക്ഷെ പഞ്ചാബിൽ ആ സാഹചര്യം നമുക്ക് കണക്കാക്കാനാകില്ല. പഞ്ചാബിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ശക്തിയില്ല. പഞ്ചാബിലിപ്പോൾ അവർക്ക് അവിടെ ഒരു ധർമ്മേന്ദ്രയുടെ മകൻ മത്സരിക്കുന്നുണ്ടല്ലോ ഗുർദാസ്പൂർ, അവിടെ മാത്രമേ ഓരോ സീറ്റ് കഴിഞ്ഞ തവണ അവിടെ 2 ഇടത്താണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 ഇടത്ത് പിന്നെ ജയിക്കാൻ കഴിഞ്ഞു എന്നതിന് മാറ്റി നിർത്തിയാൽ അവിടെ വലിയൊരു നേട്ടം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തവണ ആം ആദ്മിയും കോൺഗ്രസും അവിടെ ത്രികോണത്തിൽ മത്സരിക്കുമ്പോൾ അത് ആർക്ക് വിഭജിച്ച് പോകും? ഈ BJP വിരുദ്ധ വോട്ടുകൾ അത് അവിടെ 2 ചേരിയായിട്ടാണല്ലോ മത്സരം. അപ്പോൾ അതിൽ സ്പ്ലിറ്റ് ഉണ്ടായാൽ ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നില മെച്ചപ്പെടുത്താൻ 2-ൽ നിന്ന് അത് കുറച്ച് മുകളിലേക്ക് പോകാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷ ഈ ഇത് ഭിന്നിപ്പുള്ളത് കൊണ്ടാണ്. മനു, ഈ പശ്ചിമ ബംഗാളിലെ ഇത്തവണ ഈ 6th ഫേസിൽ പശ്ചിമ ബംഗാളിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പോളിംഗ് ശതമാനം നോക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം പോളിംഗ് ഉയർന്നിരിക്കുന്ന സ്ഥലമാണ്. ശക്തമായ മത്സരം ഉണ്ട്, അത് വളരെ പ്രകടമാണ് പോളിംഗ് ശതമാനം തന്നെ നോക്കുമ്പോൾ. ഒപ്പം ഈ പോളിംഗിനിടെ നടന്ന അക്രമ സംഭവങ്ങളുമൊക്കെ അത് ശരിവെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മമതയ്ക്ക് കൃത്യമായ വെല്ലുവിളി BJP ഉയർത്തിയിരുന്നു. ഇപ്പോഴും അവിടുത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ മമതയും ഇന്ത്യ മുന്നണിയും 2 വിങ്ങിലായി നിന്ന് മത്സരിക്കുമ്പോൾ ഈ 6th ഫേസിൻ്റെ സാധ്യതകൾ എത്ര കണ്ട് BJPക്ക് പ്രതീക്ഷ വയ്ക്കാനുണ്ട്? അല്ല, വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അവിടെ ഈ താംലുക്ക് എന്ന് പറയുന്ന മണ്ഡലം നമുക്ക് അറിയാം. അവിടെ സ്വാഭാവികമായി അവിടെ BJP ഒരു സ്ട്രോങ് ഹോൾഡായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ BJPയുടെ ഒരു സുവേന്ദു അധികാരി, സുവേന്ദു അധികാരി അവിടെ പിന്നെ MLA ആയി ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട്. ഒരു കുടുംബാധിപത്യം പോലെ അദ്ദേഹം കൊണ്ടുകിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന അവിടെ ആകുന്നതുകൊണ്ട് ഒരു പക്ഷേ അവിടെ ആ സ്വാധീനം എങ്ങനെ വർക്കൗട്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ഒന്ന്, BJPയുടെ അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ഇത്തവണ അഭിജിത് ഗംഗോപാധ്യായ, അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്നു. മാത്രമല്ല ഈ ഹൈക്കോടതി ജഡ്ജായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില മോശം പരാമർശങ്ങൾ വന്നു. അത് മമതാ ബാനർജിയെക്കുറിച്ചായിരുന്നു. ആ പരാമർശത്ത് വളരെ വളരെ താഴ്ന്ന ഒരു പരാമർശം, ഒരു ഹൈക്കോടതി ജഡ്ജ് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ തുടർന്നും കേസാവും, അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വളരെ മോശമായിട്ട് മമതാ ബാനർജിയുടെ വില എത്രയെന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പോന്നു. അതോടൊപ്പം തന്നെ TMC പ്രവർത്തകരും അവിടെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനം. കഴിഞ്ഞ ദിവസം അവരൊരു സ്ത്രീയെ കുത്തിക്കൊന്നു. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച ഒരു TMC പ്രവർത്തകൻ ഷെയ്ഖും മൈബൂർ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വയലൻസ് നടക്കുന്നു. ഇപ്പം മാത്രമല്ല, ഇത് കുറേ കാലമായി അവിടെ ഈ സുവേന്ദു അധികാരി അവിടെ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് MLA ജയിക്കുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു തർക്കം, അദ്ദേഹം കൃത്രിമമായാണ് ഈ വോട്ട് പിടിച്ചത്, അങ്ങനെയാണ് ജയിച്ചത് എന്നൊക്കെയുള്ള തർക്കം വരുന്നു. അത് തുടരെ ഇപ്പോൾ ഇതൊക്കെ ആളുകളെ എറിഞ്ഞു. നമുക്കിപ്പോൾ തന്നെ ഒരു ദൃശ്യം കാണാം. ഇന്നിപ്പോൾ ഈ TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ആരോപണമാണ് BJP പ്രവർത്തകർ തങ്ങളുടെ ഒരു പ്രവർത്തകയെ, ഒരു ലേഡിയെ അടിച്ച് വല്ലാത്ത ആവശ്യമാക്കി എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. നമുക്ക് ആ ദൃശ്യം കൂടി ഒന്ന്
দেখুন মানুষটার কি অবস্থা করেছে, বিজেপির প্রার্থী নিজে তার বডিগার্ড তার পিএম এভাবে এভাবে মানুষকে অত্যাচার করছে। বিজেপির প্রার্থী নিজে তার এভাবে মহিলাদের উপর অত্যাচার করেছে। യെസ്, എന്തായാലും ഈ ബീഹാറിൽ ക്ഷമിക്കണം പശ്ചിമബംഗാളിലെ ഒരു ആവേശം അത് എത്ര കണ്ട് വലുതാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ വെക്കുന്നത്. എന്തായാലും അവിടെ ഈ നന്ദിഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കുത്തിക്കൊന്നു. ഇന്നിപ്പോൾ ഇത് വേറൊരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. BJPയുടെ ഒരു കാൻഡിഡേറ്റ് പർണീത് തുഡു അദ്ദേഹത്തെ ജനം കല്ലെറിഞ്ഞു ഓടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു 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 ജനാധിപത്യ ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരു ദൃശ്യങ്ങളായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ജനങ്ങൾ ഈ വോട്ടെടുപ്പിൽ വരുന്നു എന്നതൊരു പക്ഷേ നമുക്കൊരു അല്പം അവർ വോട്ട് ചെയ്യാൻ ഇത്രയും ഈ വയലൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അവിടെ വോട്ടെടുപ്പിന് ആളുകൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു, അത് BJPക്കാർ പറയുന്ന രാഷ്ട്രീയമായുള്ള അക്രമമാണെന്നാണ്. അതേസമയം TMC അവർ അവകാശപ്പെടുന്നത് അത് ഈ രതിബാല എന്നുള്ളൊരു സ്ത്രീയാണ് മരിച്ചത്. അപ്പോൾ ആ സ്ത്രീയുടെ കുടുംബ പ്രശ്നമാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. ഏതായാലും ഇത്രയൊക്കെ അക്രമങ്ങൾ നടക്കുമ്പോഴും ജനങ്ങൾ വലിയ തോതിൽ വന്ന് വോട്ട് ചെയ്യുന്നു. ഇത് ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നതാണോ അതോ ഒരാൾ തന്നെ കുറേ പേരുടെ വോട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഈ വോട്ടിംഗ് മെഷീൻ ആരോപണങ്ങളൊക്കെ സജീവമാകുന്നു. മനു, നമുക്ക് ഈ ഘട്ടം ഒന്ന് വിലയിരുത്തുന്ന അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഈ UPയുടെ ഒരു സാധ്യത, ഇന്നിപ്പോൾ UP തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഇലക്ഷൻ നടക്കുന്ന ചിലയിടങ്ങളിലെങ്കിലും അവിടെ BSPയുടെ ഒരു സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാണ്. അപ്പോൾ അവർ വോട്ട് പിളർത്തുമെന്ന് BJPയുടെ ഒരു പ്രതീക്ഷയുണ്ട് ആ മേഖലയിൽ. അവിടെ ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചെല്ലുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടം വരുന്നത് കണ്ടു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്പം ഗൗരവത്തോടെ എടുക്കണം. പ്രധാനമന്ത്രി അത് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു അത് പണം കൊടുത്ത് അവർ ആളെ കൊണ്ടുവരികയാണ് എന്നുള്ളത്. പക്ഷേ അവിടെ ആളുകൾ വരുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് കാണണം. അവിടെ ഇപ്പോൾ ഈ അലഹബാദൊക്കെ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ മണ്ഡലങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് ഈ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും ഈ മനേകാ ഗാന്ധിയെ പോലുള്ളവർ സുൽത്താൻപൂരിൽ അവർ മത്സരിക്കുന്നുണ്ട്. അവരവിടെ രാം ഭുവൽ നിഷാദിനെയാണ് നേരിടുന്നത്. അപ്പോൾ മനേകാ ഗാന്ധിയെ പോലുള്ളവർ സുഖമായി ജയിച്ചു കയറും എന്നതാണ് ഒരു പൊതു പ്രതീക്ഷ. എങ്കിലും ഈ പല ഇടങ്ങളിലും വലിയ മത്സരമുണ്ട്. ഇപ്പോൾ നമ്മുടെ വാൽമീകി നഗറിലെ ജനതാദളിൻ്റെ ഒരു മേഖലയാണ്. സുനിൽ കുമാർ കുഷ്വ അവിടുന്ന് ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ദീപക് യാദവിനെ നേരിടുന്നു. പശ്ചിമ ചമ്പാരനിൽ അവിടെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു സഞ്ജയ് ജയ്സ്വാൾ. അവിടെ മദൻ മോഹൻ തിവാരി എന്ന കോൺഗ്രസ് നേതാവിനെയാണ് നേരിടുന്നത്. കോൺഗ്രസിന് അവിടെ ഒരു വലിയ ശക്തി ഇല്ല എന്നുള്ള കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി അവരുടെ ഏറെക്കുറെ UPയിൽ അവസാനിച്ചു എന്നുള്ളൊരു ചിത്രമാണ് നമുക്ക് കിട്ടിയതെങ്കിലും ഇപ്പോൾ SPയോട് കൂടി ചേരുമ്പോൾ നമുക്കറിയാലോ പൊളിറ്റിക്സിൽ 1+1 is not equal to 2. അപ്പോൾ സ്വാഭാവികമായും അത് എങ്ങനെ ഏതായാലും അഖിലേഷ് ഒരു വലിയ ക്രൗഡ് പുള്ളറാണ് എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. എന്തായാലും നമ്മൾ ഡൽഹി ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണം എന്ന് പറയുന്നത് പോലെ അത് പ്രകടമാവുന്ന ഒരിടം UP കൂടിയാണ്. അപ്പോൾ UP എങ്ങനെ ജനവിധി എഴുതുന്നു എന്നത് ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ ഐക്യചേരിക്കും നിർണായകമാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു ഇടവേളയിലേക്ക് പോകാം. അതിന്